അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു 7 ക്വസ്റ്റ്യൻസ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഒരേ നീളത്തിലുള്ള 2 ചാലക കമ്പികൾ ഒരേ പ്രതിരോധമാണ്. ഇവയുടെ ആരം തമ്മിലുള്ള റേഷ്യോ 1:2 ആയാൽ ഇവ തമ്മിലുള്ള റെസിസ്റ്റിവിറ്റികളുടെ അനുപാതം എത്രയാണ്? അപ്പോൾ നമുക്കറിയുന്നത് ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? ഒരേ നീളത്തിലുള്ള 2 ചാലക കമ്പികൾ അല്ലേ. അപ്പോൾ ഒരേ നീളത്തിലുള്ള 2 ചാലക കമ്പികൾ തന്നിട്ടുണ്ട്. പിന്നെ പ്രതിരോധം തമ്മിലുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രതിരോധവും റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും അതുപോലെ തന്നെ നീളവും ഏരിയയൊക്കെ കൂടിയിട്ടുള്ള ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതാണ് R=ρl/A എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നതാണ് ഇവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനാണ്. അപ്പോൾ ഒരു വയർ എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലല്ലേ ഒരു വയർ ഉണ്ടാവുക അല്ലെ. ചെറിയ വയറാണെങ്കിൽ ഇതിനൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലുണ്ടാവും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ഈ സർക്കുലറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? πr² ആണ് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? റേഡിയസിൻ്റെ അനുപാതമാണ് തന്നിരിക്കുന്നത് അല്ലേ. 1:2 ആണ് അല്ലേ. ഒരേ നീളത്തിലുള്ള 2 ചാലകക്കമ്പികളാണെങ്കിലും അതിൻ്റെ റേഡിയസ് എന്താണ്? വ്യത്യാസമുണ്ട് അല്ലേ. 1:2 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ, ആദ്യത്തെ ചാലകത്തിൻ്റെ R1 എന്ന് എടുക്കാം. R1 = ρ1. ലെങ്ത് എന്ന് പറയുന്നത് 2നും തുല്യമായതുകൊണ്ട് നമുക്ക് L എന്ന് എടുത്താൽ മതി. L/A1. ഇനി R2 അടുത്ത നീളത്തിലുള്ള കമ്പിയുടെയാണ്. R2 = ρ2 L/A2 എന്ന് കിട്ടി. ഇനി ഇതിന് എക്ക് എന്താ നമ്മൾ കൊടുക്കണം? ρ1 L/πr1². ഇവിടെ എന്താണ്? ρ2 L/πr2² എന്ന് കൊടുത്തു. ഇനി നമുക്കിതിൽ രണ്ടിലുള്ളത് എന്താണ്? രണ്ടിലും കോമൺ ആയിട്ടുള്ളത് കട്ട് ചെയ്ത് കളയാം. L കോമൺ ആണ് അല്ലേ, ലെങ്ത്ത് കോമൺ ആണ്, പൈയും കോമൺ ആണ്. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ ρ1/r1² എന്നും ρ2/r2² എന്നും കിട്ടും. ഇനി ഇവിടെ വംശബന്ധം നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ് തന്നിരിക്കുന്നത്? ρ1/1 = ρ2/2² അല്ലേ. അപ്പോൾ ρ1 = ρ2 = 4 എന്ന് കിട്ടും. താഴെ 4 എന്ന് കിട്ടി. 2² എന്ന് പറയുമ്പോൾ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് പ്രതിരോധവും തുല്യമാണ്, ഒരേ പ്രതിരോധമാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ R1ഉം ഇതിൻ്റെ റെസിസ്റ്റൻസും തുല്യമായതുകൊണ്ടാണ് R1 = R2. ഇവിടെ ഒരു ഈക്വൽ ടു ഇല്ല കേട്ടോ. R1 = R2 ആണല്ലോ. അപ്പോൾ അത് കാരണമാണ് നമ്മൾ എന്ത് ചെയ്തത്? ρ1/1 = ρ2/4 എന്ന് കിട്ടിയത്. ഇത് നമുക്ക് ഇങ്ങനെയും എഴുതല്ലേ. റേഷ്യോ ആണ് കാണുമ്പോൾ ρ1/ρ2 = 1/4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി ρ1/ρ2 എന്ന് പറയുമ്പോൾ 1/4 ആണ്. ρ1:ρ2 എന്ന് പറയുമ്പോൾ 1:4 എന്ന് കിട്ടി. അപ്പോൾ ആൻസർ തിരിച്ചൊന്നും പോകരുത്, 1:4 ആണ് അല്ലേ. ഇതാണ് ആൻസർ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള പ്രതിരോധം എത്ര? ഇതിൻ്റെ ഇടയിലുള്ള ഇടയ്ക്കുള്ള പ്രതിരോധം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഡയഗ്രത്തിനെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, ഈ ഡയഗ്രത്തിനെ ഒന്ന് മാറ്റി ഒന്ന് വരയ്ക്കണം അല്ലേ. ഇതിൽ നമുക്ക് കണ്ടെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. ഇവിടുത്തെ എ ഇല്ലേ, ഇതൊന്നിങ്ങനെ പൊക്കി ഇപ്പുറത്തോട്ട് വെച്ച് കൊടുത്താൽ ആ ഡയഗ്രം എങ്ങനെയായി മാറും നോക്കിയേ. ഇവിടെ നിന്ന് ഇങ്ങനെ, ഇത് വയറായതുകൊണ്ട് നമുക്ക് ഈസിലി പൊക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ പൊക്കി അതെടുത്ത് ഇപ്പുറത്തോട്ട് വെക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു വീസ്റ്റേൺ ബ്രിഡ്ജൊക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ നമുക്ക് ഈ ഡയഗ്രം കിട്ടും. വീസ്റ്റേൺ ബ്രിഡ്ജ് എങ്ങനെയാണ് കാണിച്ചു തരാമെന്ന് കണ്ടോ. ഇങ്ങനത്തെ ഒരു ഡയഗ്രം കിട്ടും. ഇവിടെയും കൂടി ഉണ്ടാവും ഒരു റെസിസ്റ്റൻസ്. അപ്പോൾ ഇതുപോലെ നമ്മളത് ഇങ്ങനെ പൊക്കി വയ്ക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഡയഗ്രാമാണ് കിട്ടുക. അതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാക്കി അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ചു വെച്ചു. അപ്പോൾ എങ്ങനെ കിട്ടും? വലിച്ച് എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലിച്ച് ഇവിടേക്ക് വെച്ചു കണ്ടോ എ. അപ്പോൾ ഇവിടെ ആറുണ്ട്, ഈ ആറും ഈ ഭാഗത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ഈ വലിയ ആറ് ഇവിടെ വരും. ഈ വലിയ ആറെന്നല്ല, ഈ ആറ് ഇവിടെ വരും. ഓക്കെ. അപ്പോൾ ഇപ്പുറത്തെ ഭാഗത്തോ? ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ഓൾറെഡി ഇവിടെ വരുന്നുണ്ട്, ഇവിടെയുണ്ട്. മനസ്സിലായില്ലേ?
ഇങ്ങനെയാണ് വരിക. ഇത് ഇവിടെ നിന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് വെച്ച് ഇവിടുത്തെ വയ്ക്കുമ്പോൾ ഇത് നടുക്ക് വരും, ഈ രണ്ടെണ്ണം ഈ ഒരു പോയിന്റിലും വരും. 6. ഓക്കെ, ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് നമ്പർ കൊടുത്തു. ഇത് 1, 2. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് വലിച്ചു വെച്ചപ്പോൾ എന്തായി? ഇതൊന്ന്, ഇത് 2 ഇവിടെ കിട്ടിയില്ലേ? 2 കിട്ടി. ഇനി ഇതിന് ഞാൻ 3 എന്ന് കൊടുത്തു. ആ 3 ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി ഈ ഭാഗത്തുള്ളത് 4, 5. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രത്തിൻ്റെ ഈക്വലൻ്റ് ഡയഗ്രാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഈക്വലൻ്റ്, ഈ ഡയഗ്രത്തിൻ്റെ ഈക്വലൻ്റ് ഡയഗ്രാണ് ഇത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിത് പറയണമെങ്കിൽ നമുക്ക് ഒരു നമ്പർ ഇട്ടിട്ട് പറയാം. അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ഇവിടെ 2 ഓമും ഇത് 2 ഓമും അതുപോലെ ഇത് 4 ഓമും ആണ്. താഴത്തെ 6 ഓമും പിന്നത്തെ 12 ഓമാണ്. നടുക്കുള്ളത് ഒരു 10 ഓമാണെന്ന് വിചാരിക്കാം. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ കേസ് ആകുമ്പോൾ ഇവിടെ നോക്കി നോക്ക്, 2 ഓമും 4 ഓമും ഇത് തമ്മിലുള്ള റേഷ്യോയും ഇത് തമ്മിലുള്ള റേഷ്യോയും 1:2 ഇല്ലേ? 2:4 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2. അതുപോലെ 6:12 എന്ന് പറയുന്നതും 1:2 ആണ്. ഇനി നമുക്ക് ഇവിടെ തമ്മിലുള്ള റേഷ്യോ നോക്കാം. അതെങ്ങനെ നോക്കാം? 2:6 എന്ന് പറയുന്നത് 1:3 ആണ്. അതുപോലെ 4:12 എന്ന് പറയുന്നത് 1:3 ആണ്. അപ്പോൾ ഇതും സെയിം ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ സെയിം ആണ്, ഇങ്ങനെ നോക്കുമ്പോൾ സെയിം ആണ്. ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ സെയിം ആണ്, ഇതുപോലെ സെയിം ആണ് അല്ലേ? സെയിം ആണ്, ഈക്വൽ റേഷ്യോ ആണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മീനിങ്ലെസ് ആണ്. ഇങ്ങനെ ഒരു ഓം ഇവിടെ വെച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് 2 റേഷ്യോയും സെയിം ആയതുകൊണ്ട് ഇത് മീനിങ്ലെസ് ആണെന്ന് പറയാം. നമുക്ക് ആവശ്യമില്ല, ഇതിനെ നമുക്ക് കൂട്ടണ്ട. അങ്ങനെ ആകുമ്പോൾ ഈ ഡയഗ്രാം എന്തായി മാറും? ഡയഗ്രാം നമുക്ക് ഇങ്ങനെ വരച്ചുകൂടെ? 2 ഓം, ഇത് ക്യാൻസൽ ചെയ്ത് പോയി. 2 ഓം, 4 ഓം, അതുപോലെ 6 ഓം, 12 ഓം. അപ്പോൾ ഗ്രാഫ് എങ്ങനെ കിട്ടി? ഇതിങ്ങനെ കിട്ടി നമുക്ക് അല്ലേ? സർക്യൂട്ട് 2 ഓം, 4 ഓം, അതുപോലെ 6 ഓം, 12 ഓം എന്ന് കിട്ടി അല്ലേ? സർക്യൂട്ട് ഇങ്ങനെ. ഇനി ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണല്ലോ. സീരീസ് ആകുമ്പോൾ 2 ഓം + 4 ഓം എന്ന് പറയുമ്പോൾ എന്തായി? നമുക്കിത് ഇങ്ങനെ 6 ഓം മുകളിൽ താഴെ എന്താ 18 ഓം എന്ന് കിട്ടി. ഇനി നമുക്കിതിൻ്റെ 1/R ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R1 + R2 ഇട്ട് കൊടുത്താൽ പോരെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6 + 1/18. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിന് നമുക്ക് ഇട്ട് കൊടുക്കാം 6. ഇതിപ്പോൾ 6ൻ്റെ അല്ലേ പറഞ്ഞത്? ഇത് ഫുള്ള് 6 ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് നമുക്ക് ഇത് ഉണ്ടാവില്ലല്ലോ. ഇവിടെ 2ൻ്റെ റേഷ്യോ സെയിം ഇല്ല. 6:6 6:6 അല്ലേ? അപ്പോൾ 1:1 അല്ലേ റേഷ്യോ അല്ല അവിടെ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ 6 ഇതിങ്ങനെ എഴുതിക്കോളൂ. ഇത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സീരീസ് കണക്ഷൻ ആകുമ്പോൾ 6 അപ്പോൾ ഈ R + R അല്ലേ സീരീസ്? അപ്പോൾ R + R എന്ന് പറയുമ്പോൾ 2R. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഡയഗ്രം കിട്ടും. ഇതിന് പാരലൽ കണക്ഷൻ ആകുന്നതുകൊണ്ട് 1/R1 + 1/R2 എന്ന് പറയുമ്പോൾ 1/2R + 2R 2R + 2R ക്രോസ് മൾട്ടിപ്ലൈ 2R². 2R² എന്ന് പറയുമ്പോൾ 4R² കേട്ടോ. 4R/4R² എന്ന് കിട്ടും. ഇനി 4 ക്യാൻസൽ ചെയ്തു, ഇതും 6 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1/R എന്ന് കിട്ടി. അപ്പോൾ 1/R ഈക്വലൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R. അപ്പോൾ R ഈക്വലൻ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു R എന്ന് കിട്ടി. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 6 കിട്ടി. അപ്പോൾ പ്രോബ്ലം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇതിവിടെ നിന്ന് നേരെ വലിച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് വീസ്റ്റേൺ ബ്രിഡ്ജായി. വീസ്റ്റേൺ ബ്രിഡ്ജാണെങ്കിൽ നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ ഈ നടുക്കുള്ളത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് നടുക്കുള്ളത് തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെ കാണാം? R1 R/R ഇത് റേഷ്യോ ഉണ്ട്. റേഷ്യോ ആണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഈ സർക്യൂട്ടിലേക്ക് മാറ്റി സിമ്പിളായിട്ടുള്ള സർക്യൂട്ടിലേക്ക് മാറ്റി പിന്നെ നമുക്ക് പ്രോബ്ലം പാരലാണെങ്കിൽ സീരീസ് ആണെങ്കിലും അത് വെച്ചിട്ട് കണ്ടാൽ മാത്രം മതി. ഈസിയാണ് കേട്ടോ, പഠിച്ചാൽ ഈസിയാണ്. ഇനി ഇതിൻ്റെ കുറച്ചും കൂടി പ്രോബ്ലംസ്, ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലം ഞാൻ ഇപ്പോൾ ഇത് ഇക്വേഷൻ ഇട്ട് കണ്ടില്ലേ, അതുപോലെ നമ്പറൊക്കെ മാറ്റി അങ്ങനെയൊക്കെ ചെയ്ത് എളുപ്പമായിട്ട് നമുക്ക് കിട്ടും. താങ്ക് യു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ തിയറി ക്ലാസ് ഇതുവരെ എടുത്തിട്ടില്ല, പ്രോബ്ലംസ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ആക്ച്വലി തിയറീസ് നോക്കിയിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് വരാൻ. പക്ഷേ ഇത് നമ്മളിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലംസ് നന്നായിട്ട് തറവാവണം. ക്വസ്റ്റ്യൻസ് അങ്ങനെ ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നുണ്ടാവുക.